ഹസന ആൻഡ് ഷാദുലെ സിയാറ സംഘം നിലവിൽ അഹമ്മദാബാദിലാണുള്ളത്. അഹമ്മദാബാദിലെ ഷാഹ ആലം തങ്ങളുടെ ദർബാർ ഷെരീഫിലാണുള്ളത്. ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സിയാറ വരുന്നത് ഷാഹ ആലം തങ്ങൾ പാപ്പയുടെ ദർബാറിലാണ്. ഷാഹ ആലം തങ്ങൾ പാപ്പയുടെ ദർബാറിൽ സിയാറ കഴിഞ്ഞാൽ മഖബൂല ആലം ദർബാർ സിയാറ, അത് കഴിഞ്ഞാൽ കുതുബ ആലം ദർബാർ സിയാറ, വട്ടുവാ ഷെരീഫ്, സർക്കേജ് റോസ, ഇങ്ങനെ തുടങ്ങി ഇന്നത്തെ ദിവസം മുഴുവൻ അഹമ്മദാബാദിലാണ് ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ഒരു പാവം സുഹൃത്ത് ഈ ദർബാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ പാട്ടുകൾ പാടിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഏതായാലും നമ്മൾ ഈ ദർബാറിൻ്റെ ഫ്രണ്ടിലെത്തി അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ ഷാ ആലം തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. ഈ കോമ്പൗണ്ടിനുള്ളിൽ 2 ദർഗകളാണുള്ളത്. ഒന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സിറാജുദ്ദീൻ ഷാ ആലം തങ്ങളുടെ ദർഗയും, ഒന്ന് അവരുടെ പേരമകനായ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖബൂൽ ആലം തങ്ങൾ, അവരുടെ പേര് നിസാമുദ്ദീൻ എന്നാണ്. ഈ 2 മഹാരഥന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ അഹമ്മദാബാദിൽ ഇതുപോലെ പുരാതനമായ കുറേ ദർഗകളുണ്ട്. ഈ ദർഗകളൊക്കെ ഈ മഹാന്മാർ ഇവിടെ എത്തിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഹമ്മദാബാദ് ഭരിച്ചിരുന്ന രാജാവായിരുന്നു സുൽത്താൻ അഹമ്മദ് ഷാ രാജാവ്. നമ്മളെ കേട്ട് പരിചയമുള്ള രാജാവായിരിക്കും. ഈ സുൽത്താൻ അഹമ്മദ് ഷാ രാജാവ് ഒരു സൂഫിയായ മനുഷ്യനായിരുന്നു. ഈ അഹമ്മദാബാദി എന്ന് പറയുന്ന പട്ടണം ഉണ്ടാക്കിയതിന് ഈ രാജാവാണ്. അദ്ദേഹം AD 1410 മുതൽ 1452 വരെയാണ് ഇവിടെ ഭരണം നടത്തിയത്. ആ സമയത്ത് ഇവിടെ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനും വേണ്ടി പല നാട്ടിൽ നിന്നും മഹാന്മാരെ, ഔലിയാക്കളായ വലിയ വലിയ പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അഹമ്മദാബാദിൽ മറവിട്ട് കിടക്കുന്ന ഒട്ടുമിക്ക മഹാന്മാരെയും ഇവിടെ കൊണ്ടുവന്ന ആൾ ഈ സുൽത്താൻ അഹമ്മദ് ഷാ രാജാവാണ്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോകുന്ന മാർക്കറ്റിനുള്ളൊരു പള്ളിയുണ്ട്, അഥവാ ജാമിയ മസ്ജിദ് എന്ന് പറയും. അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ജുമുഅത്ത് പള്ളിയാണ്. അവിടെ നമുക്ക് ഇപ്പോൾ പോകാൻ കഴിയാത്ത നമ്മൾ ട്രെയിൻ ലേറ്റ് ആയില്ലേ, ഈ സമയമാകുമ്പോഴേക്ക് മാർക്കറ്റിൽ തിരക്കാവും, പിന്നെ ബസ് കയറില്ല. ആ പള്ളിക്കുള്ളിലാണ് ഈ സുൽത്താൻ അഹമ്മദ് ഷാ രാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർ ആ സമയത്ത് ഒരുപാട് മഹാരഥന്മാർ ഈ അഹമ്മദാബാദിൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ പാകിസ്ഥാനിലെ ഉച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവർ വരുന്നത്. ഇവരെല്ലാം ഇവരുടെ ഉപ്പ ബുർഹാനുദ്ദീൻ ബുഖാരി തങ്ങൾ, അവരാണ് നമ്മൾ ഇനി അടുത്ത സിയാറത്ത് ചെയ്യാനുള്ള വട്ടുവ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ബുർഹാനുദ്ദീൻ ബുഖാരി തങ്ങൾ. അഥവാ ഈ ഉത്തരേന്ത്യയിൽ ബുഖാരി സാദാത്യങ്ങളുടെ കബീലക്ക് തുടക്കം കുറിച്ച ആളാണ് ആര്? ബുർഹാനുദ്ദീൻ ബുഖാരി തങ്ങൾ. അവർ വന്നത് എവിടെ നിന്നാണ്? ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ നിന്നാണ് അവരുടെ ഉപ്പ എവിടെ വന്നത്? ഈ പറയുന്ന അപ്പോൾ അവർ വന്നത് എവിടെ നിന്നറിയോ? പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്നു. എവിടെ നിന്ന്? ബുഖാറയിൽ നിന്ന് പാകിസ്ഥാനിൽ വന്നു. പാകിസ്ഥാനിൽ നിന്ന് എവിടെ വന്നു? ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വന്നു. അങ്ങനെ അവരുടെ മകനായിട്ടാണ് ഷാ ആലം തങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ഷാ ആലം തങ്ങൾ ജനിച്ചു. ഷാ ആലം തങ്ങൾക്ക് ഈ സിറാജുദ്ദീൻ എന്ന പേരിടാൻ വേണ്ടി കൊണ്ടുപോയത്, ഇനി നമുക്ക് അവസാനം സിയാറത്ത് ചെയ്യാനുള്ളൊരു ദർഗയുണ്ട്, അഹമ്മദ് ഗഞ്ച് ബക്ഷ് ഖാത്തൂർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് സർക്കേജ് റോസ ദർഗയിലാണ്. അവർ ഇന്ത്യക്കാരനാണ്. അവരുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറഞ്ഞുതരും. ഏതായിരുന്നാലും മഹാനവറുകളിൽ ആണ് അഹമ്മദാബാദിൽ ആദ്യമായി ഇസ്ലാമിക പ്രചാരണത്തിൽ എത്തുന്നത്. അപ്പോൾ അവരാണ് ഇവരുടെയൊക്കെ ഷെയ്ഖ്, ഈ പറയുന്ന അഹമ്മദ് ഗഞ്ച് ബക്ഷ് ഖാത്തൂർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവരുടെ അടുക്കൽ കൊണ്ടുപോയി കുട്ടി ജനിച്ചപ്പോൾ പേരിടാൻ വേണ്ടി. അങ്ങനെ സിറാജുദ്ദീൻ ഷാ ആലം തങ്ങൾക്ക് പേരിട്ട് കൊടുത്തത് ആരാണ്? സർക്കേജ് റോസയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹമ്മദ് ഗഞ്ച് ബക്ഷ് ഖാത്തൂർ തങ്ങളാണ്. ഏതായിരുന്നാലും സയ്യിദ് ബുർഹാനുദ്ദീൻ അലി ബുഖാരി തങ്ങളുടെ മകനായിട്ട് പിൽക്കാലത്ത് ഇവിടെ ഇസ്ലാമിക പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു ഇവിടെ മഹാനവറുകൾ. അവർ പഠിച്ചതും വളർന്നതും ഒക്കെ നമ്മുടെ ഇന്ത്യയിലാണ്. അങ്ങനെ ഈ അഹമ്മദാബാദിൽ ഈ പരിസരത്ത് മഹാനവറുകളുടെ അന്നത്തെ ദഅവത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇവിടെ ഈ ഷാ ആലം പരിസരം. ഇവിടെ മഹാനവറുകൾ എന്ത് ചെയ്തു? ദർസ് തുടങ്ങി. ആ ദർസിൽ പ്രധാനമായും ഓതിക്കൊടുക്കാറുള്ള കിതാബ് നമ്മുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. അഥവാ ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിയാണ് അവർ ഓതിക്കൊടുക്കാറുള്ളത്. അങ്ങനെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയാണ്. ദിവസങ്ങളോളം ദർസ് നടത്തി. ഒരിക്കൽ മഹാനവറുകൾക്ക് അസുഖമായി. അങ്ങനെ അവർ 2-3 ദിവസം ദർസ് മുടങ്ങി. വീണ്ടും മഹാനവറുകൾ ദർസിലേക്ക് വന്നു. ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയം ആ പള്ളിയുടെ മൂലയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി കാണാം, 2 കട്ടിൽ കാണാം. ആ കട്ടിൽ ഇരുന്നുകൊണ്ടാണ് മഹാനവറുകൾ സ്വഹീഹുൽ ബുഖാരി എന്ത് ചെയ്യൽ? ദർസ് എടുത്ത് കൊടുക്കും. അങ്ങനെ ഈ ദർസ് കുറച്ച് ദിവസം മുടങ്ങി തിരിച്ചു വന്നു. ദർസ് ആരംഭിച്ചപ്പോൾ നിർത്തിയ സ്ഥലത്ത് നിന്നല്ല കുട്ടികൾ ഓതി കൊടുക്കണത്. സ്വാഭാവികമായി ഉസ്താദ്മാർ 2 ദിവസം ലീവായി കഴിഞ്ഞാൽ പാടോടെ നിന്ന് കുട്ടികൾ മറന്നു പോകും. മഹാനവറുകൾ അങ്ങനെയാണ് ആദ്യം ചോദിച്ചത്, ഇവിടെ നിന്നല്ലല്ലോ നിർത്തിയത്, നിങ്ങളെന്താ ഇവിടെ നിന്ന് ഓതുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത്രേ, ഉസ്താദല്ലേ ഞങ്ങൾക്ക് ഇവിടെ വരെ ഓതി തന്നത്. ഷാ ആലം തങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അന്ന് രാത്രി മഹാനവറുകൾ കിടന്നുറങ്ങുമ്പോൾ
മനാമിൽ വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വന്നുകൊണ്ട് പറഞ്ഞത്രേ, നിങ്ങൾ സ്ഥിരമായി നടത്തിയിരുന്ന സ്വഹീഹുൽ ബുഖാരി മുടങ്ങിയപ്പോൾ ഞാനാണ് നിങ്ങളുടെ കുട്ടികൾക്ക് സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മനാമിൽ വന്ന് പറഞ്ഞത്രേ. അന്ന് മുതൽ ഷാ ആലം തങ്ങൾ പിന്നെ ആ കട്ടിൽ ഇരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദർസ് എടുക്കാൻ വേണ്ടി ഇരുന്നു എന്നൊരു കാരണം കൊണ്ട് ആ കട്ടിൽ ഇരുന്നിട്ടില്ല. ഷാ ആലം തങ്ങൾ എന്ത് ചെയ്തു, മറ്റൊരു കട്ടിൽ അതുപോലെ സ്ഥാപിച്ചിട്ട് പിന്നീട് അതിന്മേൽ ഇരുന്നു കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തിയത് എന്നാണ് ചരിത്രം. അപ്പം നമുക്ക് തോന്നുന്നു അങ്ങനെ റസൂൽ ദർസ് നടത്തുമോ? അത് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. മഹാനായ സൈദുദ്ദീനു തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ലോകം കണ്ട വലിയ ആബിദാണ്. നമ്മൾ ദർസിലൊക്കെ ഓതുന്ന ഏറ്റവും കടുപ്പുള്ള കിതാബുകൾ എഴുതിയ മഹാനാണ് സൈദുദ്ദീനു തഫ്താസാനി തങ്ങൾ. മഹാനവറുകൾ പഠിക്കുന്ന കാലത്ത് ഒന്നും മനസ്സിലാവില്ല. കൂടെയുള്ള ശരീക്കന്മാരൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും മഹാനവറുകൾ എങ്ങനെ പരിഹസിക്കും. മഹാനവർക്ക് ഒറ്റടിക്ക് കിതാബൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഉസ്താദൊക്കെ പലപ്പോഴും മണ്ടൻ എന്ന രൂപത്തിലാണ് മഹാനവറുകളെ വിളിച്ചിരുന്നത്. കാരണം ഒന്നും തിരിയൂല. എന്നും കിതാബ് ഇങ്ങനെ തുറന്നു വെച്ച് കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, ഹിജറ 700 സൈദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ജനനം. 700 എങ്ങാണ്ടാണ്. നബി തങ്ങൾ വഫാത്തായി 800ഓളം വർഷം കഴിഞ്ഞിട്ടാണ് സൈദുദ്ദീൻ തഫ്താസാനി തങ്ങൾ ജനിക്കണേ തന്നെ. ആ തഫ്താസാനി ഇമാം ഇങ്ങനെ കിതാബും തുറന്നു വെച്ച് കരയാണ്. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞത്ര, നിങ്ങളെ ഒരാൾ വിളിക്കുന്നുണ്ട്, പക്ഷേ മഹാനവറുകൾ അടുത്തേക്ക് വരുന്നില്ല, നീശു പോണില്ല കിതാബിനടുത്ത്. 3 പ്രാവശ്യം വിളിച്ചിട്ടും വിളി കേൾക്കാതായപ്പോൾ സൈദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ അടുക്കലേക്ക് ആ വിളിച്ച ആൾ തന്നെ വന്നത്രേ. എന്നിട്ട് പറഞ്ഞല്ലോ, സയദേ എന്താണ് ഞാൻ വിളിച്ചിട്ട് നീ വരാത്തതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രകാശിക്കുന്ന വജുഹോടുകൂടി നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളാണേന്ന്. ഹബീബായ തങ്ങളെ വഫാത്തിന് ശേഷം ഇങ്ങനെ ഉണർവിൽ കാണുകയാണ്, ഇതുപോലെ കാണുകയാണ്. തഫ്താസാനി ഇമാമിനോട് നബി തങ്ങൾ ചോദിച്ചത്ര, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പം പറഞ്ഞു തഫ്താസാനി ഇമാം, എനിക്കൊന്നും തിരിണില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ഇഫ്തഹ് ഫാക്ക, നിൻ്റെ വായ തുറക്കുക എന്ന് പറഞ്ഞു. വായയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീർ തുപ്പിക്കൊടുത്തു എന്നാ. പിറ്റേ ദിവസം രാവിലെ സെബുക്കിൽ തഫ്താസാനി ഇമാം ഒരു ചോദ്യം ചോദിച്ചു. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഉസ്താദിന് മനസ്സിലായി, ഇന്നലെ വരെ കണ്ട തഫ്താസാനി അല്ല ഇത്, എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും തഫ്താസാനി ഇമാം അങ്ങനെ ചോദ്യം ചോദിക്കൂല, അത്രയും വിവരമില്ലാത്ത കുട്ടിയല്ലേ. ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, ഇനി നിങ്ങൾ ഓതി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ കൂടെ പഠിക്കുന്ന ശരീക്കന്മാർക്ക് ഉസ്താദായി മാറി ആര്? തഫ്താസാനി ഇമാം എന്നാണ് ഇമാം തഫ്താസാനി തങ്ങളുടെ ചരിത്രം. ആ തഫ്താസാനി ഇമാം എഴുതി അത്ര കട്ടിങ്ങാനുള്ളൊരു കിതാബ് ആരും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഫാത്തിന് ശേഷം ഉണർവിൽ കാണുമോ എന്നതിന് ഒരു ദലീലും കൂടിയായിട്ടാണ് തഫ്താസാനി ഇമാമിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാ ആലം തങ്ങൾ ഈ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം മഹാനവറുകൾ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ആ കട്ടിൽ ഇരുന്നിട്ടില്ല. പിന്നെന്ത് ചെയ്തു, മഹാനവറുകൾ മറ്റൊരു കട്ടിൽ അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തിയതാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്നാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാമാണികമായി അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണെന്നാണ്. ആ സ്വഹീഹുൽ ബുഖാരി എഴുതിയ സംഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്. മഹാനവറുകൾ സ്വഹീഹുൽ ബുഖാരി എഴുതിയിട്ട് ഓരോ ഹദീസും ഏത് ബാബിൽ വെക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി മാത്രം 15,000 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിരുന്നതാണ്. അപ്പോൾ എത്ര ഗൗരവമായി ഉണ്ടാക്കിയ കിതാബായിരിക്കും സ്വഹീഹുൽ ബുഖാരി. തൻ്റെ ഉപ്പയുടെ അനന്തര സ്വത്തായി കിട്ടിയ ലക്ഷക്കണക്കിന് ദീനാറും ദിർഹമും മുഴുവൻ റസൂലുള്ളാഹിൻ്റെ ഹദീസിന് വേണ്ടി ചെലവഴിച്ച ആളാണ് ഇമാം ബുഖാരി തങ്ങൾ. ആ ഇമാം ബുഖാരി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ് ബുഖാരി ഇമാമിനോട് ശത്രുതയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബുഖാരി ഇമാം വഫാത്തായി അവിടുത്തെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോൾ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം വരാൻ തുടങ്ങിയതാണ്. അങ്ങനെ ആൾക്കാർ മണ്ണ് വാരാൻ തുടങ്ങി. ഖബറിൽ നിന്ന് മണ്ണ് വാരി മൂടുകല്ലെത്തി, മയ്യത്ത് വെച്ച മൂടുകല്ലെത്തി. അങ്ങനെ പിന്നെ മണ്ണ് വാരുന്നവരെ തടയാൻ വേണ്ടി പാറാവുകാരെ നിർത്തിയെന്നാ പോലീസുകാർ, പട്ടാളക്കാർ പാറാവുകാരെ നിർത്തിയെന്നാ. ഇതാണ് ചരിത്രം, മഹാനായ ബുഖാരി ഇമാമിൻ്റെ ചരിത്രം. അപ്പം ബുഖാരി ഇമാമിനെ പരിഹസിച്ചവരും ആക്ഷേപിച്ചവരൊക്കെ പൊട്ടിക്കരയാൻ തുടങ്ങിയതാ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഇമാമിങ്ങൾ എഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് ചെയ്ത സേവനത്തിന് കിട്ടിയ മഹത്താണെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഒരു ദിവസം മുടങ്ങാൻ പാടില്ല എന്ന ഒരു കാരണം കൊണ്ടാണ് ഞാൻ വന്ന് ദർസ് ഓതി കൊടുത്തത് എന്ന് ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 2 കട്ടിലും ആ പള്ളിയിലുണ്ട്. അത് ഏത് കട്ടിലാണ് മുത്തുനബി ഇരുന്നത് എന്ന് നമുക്കറിയില്ല. ആ 2 കട്ടിലും പള്ളിയുടെ മൂലയിലുണ്ട്. ആ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഖ്ബൂൽ ആലം തങ്ങൾ. അവരുടെ ചരിത്രം, ഷാ ആലം തങ്ങളുടെ ഖാദിമുമായിരുന്നു, അതോടൊപ്പം തന്നെ പേരമകനുമായിരുന്നു. അവിടുത്തെ ഖിദ്മത്തിലായി കുറേ കാലം ജീവിച്ച മഹാന. അവർ വലിയ ആശിഖുർ റസൂലായിരുന്നു.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൽബിൽ വല്ലാതെ കൊണ്ടുനടക്കുന്ന ഒരു മഹാനായിരുന്നു അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബൂൽ ആലം തങ്ങൾ. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദം കൊത്തിയ ഒരു കല്ല് കിട്ടി. എവിടുന്നോ ഹദിയായി കിട്ടിയതാണ്. ആ കല്ല് മഹാനവറുകൾ എപ്പോഴും ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് നടക്കും. നമ്മളെ ഈ ഇബ്നു മസ്ഊദ് തങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് കൊണ്ടുവരുന്ന സ്വഹാബിലെ നമ്മൾ കേട്ടില്ലേ, ഖാദിമു നഅലൈഹി റസൂലില്ലാ എന്ന് ആരറിയപ്പെട്ടിരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, കുള്ളനായ സ്വഹാബിനി. ഈ കുള്ളന്മാരിങ്ങനെ പായണ കാണുമ്പോൾ നമുക്ക് ചിരിയല്ലോ, പ്രത്യേകം നടത്തലേ കാരണം വലുത്. അപ്പം നബി തങ്ങൾ ഒരു മരത്തുനിന്ന് ഒരു ഇല പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ഓടുന്ന കണ്ട് സ്വഹാബത്തെ ഇങ്ങനെ ചിരിച്ചു. സ്വാഭാവികമായി ഒന്നൊരു ചിരിയാണ്. അപ്പം നബി തങ്ങൾ പറഞ്ഞത്രേ, സ്വഹാബ ഇബ്നു മസ്ഊദിനെ നോക്കി ചിരിക്കണ്ട, ഇബ്നു മസ്ഊദ് സ്വർഗത്തിലേക്ക് ആ കാലുകൊണ്ട് ഓടിക്കയറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അശറത്തുൽ മുബശ്ശിരീങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽപ്പെട്ട ആളാണ് ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് കിട്ടാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ചെരുപ്പ് വെച്ചാലും ഇബ്നു മസ്ഊദ് തങ്ങൾ ആ ചെരുപ്പ് എടുത്ത് നെഞ്ഞത്ത് ഇങ്ങനെ വെക്കും, മുത്തുനബിയുടെ. അതാണ് ഖാദിമു നഅലൈഹി റസൂലില്ലാ, ഹാമിലു നഅലൈഹി റസൂലില്ലാ എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്, ഇബ്നു മസ്ഊദ് തങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നതുപോലെ മുത്തുനബിയുടെ ചെരുപ്പ് ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് നടക്കുമായിരുന്നു ആര്? മഹാനായ മഖ്ബൂൽ ആലം തങ്ങൾ. ആ ചെരുപ്പിന് ആ പാദം പതിഞ്ഞ കല്ല്. അങ്ങനെ മഹാനവറുകൾ വഫാത്തായ സമയത്ത് ഇവിടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ അടുക്കലേക്ക് ആ കല്ല് നീക്കപ്പെട്ടു സൂക്ഷിക്കാൻ വേണ്ടി. ഇവന് മഹാനവറുകളെ കബറടക്കി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ കബർ ഇങ്ങനെ പിളർന്നെടുക്കുന്നു. അന്ന് ആ കബർ അടച്ചു. പിറ്റേ ദിവസം പ്രഭാതമായപ്പോഴും കബർ പിളർന്നെടുക്കുന്നു. 3 ദിവസം ഇത് ആവർത്തിച്ചു. 3-ാമത്തെ ദിവസം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് സ്വപ്നം കാണിച്ചത്രേ, ഞാൻ ചുമന്ന് നടന്നിരുന്ന കല്ലെവിടെ? അതെൻ്റെ കബറിൻ്റെ മുകളിൽ വെക്കാതെ ഈ പിളർ പടയൂലാന്ന്. അങ്ങനെ അവരെ കബറിൻ്റെ മുകളിൽ ആ കല്ല് കൊണ്ടുവന്ന് വെച്ചു. അന്ന് മുതൽ ആ പിളർ പടഞ്ഞു. ഇന്നും ആ കബറിൻ്റെ മുകളിൽ ആ പാദം കൊത്തിയ കല്ല് കാണാം. അത് പെണ്ണുങ്ങൾ കുറച്ച് വിട്ടുന്ന് കാണാം, ആണുങ്ങൾ ഇരുത്തുനിന്നും കാണാം. ആ കല്ല് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും നല്ല മദ്ഹൊക്കെ പാടുക.